إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറ്റവും ബഹുമാനരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മരണം വരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ വിശ്വാസികളായി തഖ്വയോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസി ലോകം വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഈദിൻ്റെ വേളയിൽ ഒരുമിച്ചിരിക്കാൻ, നമസ്കരിക്കാൻ, ഖുതുബ കേൾക്കാൻ, സന്തോഷങ്ങളിൽ പങ്കാളികളാകാൻ തൗഫീഖ് ലഭിച്ചവരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഹംദ് പറയണം നമ്മൾ. ഈ സന്തോഷം ലഭിക്കാത്ത പലരുമുണ്ട്. അവരെക്കുറിച്ച് ഓർക്കേണ്ട നിമിഷങ്ങളുമാണ്. രോഗികളാണ്, മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഖൗമിൻ ഈദ്, എല്ലാ സമൂഹത്തിനും ആഘോഷങ്ങളുണ്ട്. ഹാദാ ഈദുന, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, ഇതാണ് നമ്മുടെ ആഘോഷമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആരാധനയും ആഘോഷവും ചേർന്നതാണ് നമ്മുടെ ഈദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈദിൻ്റെ സുദിനത്തിൽ നമ്മൾ ആശംസകൾ പറയുന്നത് എങ്ങനെയാണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ്. ആരാധനകൾ, നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ആശംസയിൽ പോലും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഈ സുദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട് വിശ്വാസികളെ. ഇത് ബലിദിനമാണ്. ബലി പെരുന്നാളെന്ന പേര് പോലും ആ ബലിയുമായി ചേർന്നാണ്. എന്താ ബലിദിനത്തിൻ്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാം ഇൻദല്ലാഹ് യൗമുൻ നഹർ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എണ്ണിയപ്പോൾ ഒന്നാമതായി പറഞ്ഞത് ബലിദിനത്തെക്കുറിച്ചാണ്.
യൗമുൻ നഹറിനെ കുറിച്ചാണെന്ന് നമുക്ക് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ പറ്റും. ഇതാണ് വലിയൊരു പ്രാധാന്യം. മാത്രമല്ല, ഇതിനോട് ചേർന്ന് വരുന്ന അയ്യാമു തശ്രീഖിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാണാൻ പറ്റും, വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. ഈ ദിനങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കണമെന്നാണ്. എന്താണ് അയ്യാം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ? തഫ്സീറിൽ കാണാൻ പറ്റും, അയ്യാമു തശ്രീഖ സലാസ, ഈദിൻ്റെ ശേഷം വരുന്ന 3 ദിനങ്ങളാണ്. ആ 3 ദിനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. അതിൻ്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ദിനത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹാദിഹിൽ അയ്യാം, അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. ഫഇന്നഹാ അയ്യാമു അക്ലിൻ വശുർബിൻ വസിക്രില്ലില്ലാഹ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, അങ്ങനെ ആഘോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ വേളകളാണ്. അതിൻ്റെ കൂടെ സിക്റുല്ലില്ലാഹ്, അള്ളാഹിനെ സ്മരിക്കേണ്ട ദിനങ്ങളാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 4 പെരുന്നാൾ എണ്ണുന്നത്. ഇന്നു മാത്രമല്ല, അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളും ഈ സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ് എന്നത് സഹോദരങ്ങളെ നമുക്കറിയാം. അങ്ങനെ ദുൽഹിജ്ജ 13 അസ്ർ വരെ നമസ്കാര ശേഷവും നമ്മൾ ചൊല്ലി പറയും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മൾ ആവർത്തിച്ചു പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്. മുഹമ്മദ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അന്നല്ലാഹ മിൻ കുല്ലി ഷൈഇൻ അക്ബറു മിൻ കുല്ലി ഷൈഇൻ ഫീ ദാതിഹി വ അസ്മാഇഹി വ സിഫാതിഹി. എന്താ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ സത്തയിലും നാമങ്ങളിലും ഗുണവിശേഷണങ്ങളിലുമെല്ലാം അക്ബറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത്തരം തക്ബീറുകളിലൂടെ ദിനേനെ നമ്മൾ ചൊല്ലിപ്പറയുന്നതും ഇത്തരം പ്രത്യേക ദിനങ്ങളിൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നതും സഹോദരങ്ങളെ ഇത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ആ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാം കൊടുക്കാം, എല്ലാം ത്യജിക്കാൻ ബലിയിലൂടെ നിർവഹിക്കുന്നത് എന്താണ്? ഹജ്ജിലൂടെ നിർവഹിക്കുന്നതാണ്. എല്ലാം റബ്ബിനായി സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തറിയാലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസി എന്തിനാ ജീവിക്കുന്നത്? ഒരു വിശ്വാസിയുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരങ്ങൾ, ആരാധനകൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ നൈമിഷികമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ആഹ്ലാദങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കി കളയുന്ന ആളുകളുണ്ട്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലാ ശരീക ലഹ്, ആ റബ്ബിന് പങ്കുകാരില്ല. നമ്മുടെ നോമ്പും നമസ്കാരവും ബലിയും നേർച്ചയും ഹജ്ജും ഉംറയും പ്രാർത്ഥനയും സഹായത്തേട്ടവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, ആ തൗഹീദാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഈദിൻ്റെ സുദിനത്തിൽ നമ്മൾ വിളംബരം ചെയ്യുന്നത് ആ തൗഹീദാണ്. കഅബ നിർമ്മിക്കുമ്പോൾ, പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോടായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട് ഖുർആനിൽ, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക ബി ഷൈആ. ആ കഅബ പടുത്തുയർത്തുമ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ടാണ്, അള്ളാഹിൻ്റെ പ്രവാചകനാണ് പടുത്തുയർത്തുന്നത്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാ തുശ്രിക ബി ഷൈആ, ശിർക്ക് വെക്കാൻ പാടില്ല. വത്വഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്കഇസ് സുജൂദ്. ആ കഅബാലയം, ആ ബൈത്തുൽ അതീഖ്, ആ പരിഭാവനമായ പഴയ ആ ഭവനം ശുദ്ധീകരിക്കണമെന്നാണ്. ഷിർക്കിൽ നിന്ന്, എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക. സഹോദരങ്ങളെ, കഅബാലയത്തിൻ്റെ ലക്ഷ്യം തൗഹീദാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം തൗഹീദായിരുന്നു. ആ ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ശിർക്ക് വെക്കരുതേ എന്ന കൽപ്പനയാണ് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും തവാഫ് ആരംഭിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഹജറുൽ അസ്വദിലേക്ക് ഒന്ന് ചുംബിച്ചോ, അതല്ലെങ്കിൽ വലത് കൈ കൊണ്ട് തൊട്ടോ, അതല്ലെങ്കിൽ വലത് കൈ ഉയർത്തിപ്പിടിച്ചോ. നമ്മൾ തവാഫ് ആരംഭിക്കുമ്പോൾ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഉമർ റളിയല്ലാഹു പറയുകയാണ്, ഇന്നി ലഅലം അന്നക ഹജർ, എനിക്കറിയാം ഇതൊരു കല്ലു മാത്രമാണ്, നീ ഒരു കല്ലു മാത്രമാണ്. ലാ തദുർ വലാ തൻഫഅ, പരിഭാവനമായ കഅബയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നക ഹജർ, ഒരു കല്ലു മാത്രമാണ്. ലാ തദുർ വലാ തൻഫഅ, ഉപകാരം ചെയ്യാത്ത ഒരു ഉപദ്രവവും അതിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ചുംബിക്കുന്നത്? എൻ്റെ പ്രവാചകൻ ഇത് ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മാ ഖബൽതുക്, ഞാൻ നിന്നെ ചുംബിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം. സഹോദരങ്ങളെ, തൗഹീദിന് ഘടകവിരുദ്ധമായ ഒരു ചിന്ത, ഒരു ആലോചന, വിശ്വാസത്തിൻ്റെ ഒരു ഖണിക പോലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. സഫാ മർവയെക്കുറിച്ച്, സഫയിലും മർവയിലും സഈ നടത്തുമ്പോൾ നോക്കുന്നു, ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ് എന്ന് ആയത്ത് ഓതിയിട്ടാണ് അവിടെ തുടങ്ങുന്നത്. ആയത്തിന്റെ ബാക്കി കാണാൻ പറ്റും, ഫലാ ജുനാഹ അലൈഹിമാ, അവിടെ സഈ നടത്താൻ കുറ്റമില്ല എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. ഇസാഫ്നാ ഇല എന്ന ജാഹിലിയ കാലത്തെ 2 ബിംബങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഇവർ സഈ നടത്തുമ്പോൾ അവരുടെ മനസ്സിൽ പഴയത് ഓർമ്മ വരുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഫലാ ജുനാഹ അലൈഹിമാ. സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ തുടങ്ങിയിട്ടാണ് സഈ നടത്തുന്നത്. ഏതേതു സന്ദർഭത്തിൽ നോക്കൂ നിങ്ങൾ, മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ സൂറത്തു തൗഹീദാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തു തൗഹീദ് സൂറത്തുൽ ഇഖ്ലാസ് ആണ്, മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂനാണ്. 2 റക്അത്തിലും പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇലാ ഇലാഹ ഇല്ലല്ലാഹ്. തക്ബീറിലൂടെ നമ്മൾ പറയുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈ തൗഹീദിൻ്റെ വാഹകരാണോ നമ്മൾ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പങ്ങളിൽ, നമ്മുടെ നാട്ടിൽ എല്ലാം ഈ തൗഹീദിൻ്റെ വാഹകരാണോ നമ്മൾ? നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കിയ തൗഹീദ് ഒരാളോടെങ്കിലും നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നോക്കൂ നിങ്ങൾ, നുബുവത്ത് ലഭിക്കുമ്പോൾ തൻ്റെ പിതാവ് ബിംബങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന അതിൻ്റെ നേതാവാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിതാവിനോട് പറയുന്നത് കാണാൻ പറ്റുമല്ലോ ഖുർആനിൽ, ഇസ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദ് മാ ലാ വലാ യസ്മഉ വലാ യുഗ്നി വലാ യുബ്സിർ വലാ യുഗ്നി അൻക ഷൈആ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് ലിമ തഅബുദ്. പിതാവേ, നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടി ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിർ, കേൾക്കാത്ത, കാണാത്ത, വലാ യുഗ്നി അൻക ഷൈആ, ഒരു ഉപകാരവും ലഭിക്കാത്ത ഈ അസ്നാമുകളെ എന്തിനു നിർമ്മിച്ചുണ്ടാക്കി ആരാധിക്കണം? സ്വന്തം പിതാവിനോട് സഹോദരങ്ങളെ ചോദിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നാട്ടിൽ ഒറ്റപ്പെട്ടു, അങ്ങനെ തനിച്ചായി ജീവിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു പ്രതികൂലമായ വാക്ക് പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല, നമ്മ ഒരാൾ പോലും ആക്ഷേപിക്കേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാ? പലപ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു, പക്ഷേ അദ്ദേഹം തനിച്ചല്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തനിച്ചല്ല, റബ്ബുണ്ടായിരുന്നു കൂടെ. ആ തൗഹീദിന് വേണ്ടി എല്ലാം അദ്ദേഹം ആ ത്യാഗങ്ങളെല്ലാം സഹിച്ചു എന്നാണ് സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, അതുകൊണ്ട് തൗഹീദ് ഒരിക്കലും നമ്മൾ കൈവെടിയാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗമില്ലെന്നാണ്. സ്വർഗമില്ലെന്നാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന
വമഅ്വാഹുന്നാർ. ചെറിയ കാര്യമില്ല സഹോദരങ്ങളെ, ചെറിയ കാര്യമില്ല. ശാഖാപരമായ വിഷയങ്ങളല്ല, നമ്മൾ അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല. സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. അവർ നരകത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലൊരു സുദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോടായി പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളുടെ ദീനൊന്നാണ്, നിങ്ങളുടെ റബ്ബൊന്നാണ്, നിങ്ങളുടെ പിതാവായി ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ, നിങ്ങൾ അറിയണം, ലാ ഫളല ബിഅറബീൻ അലാ അജമി. ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ ഒരു പ്രാധാന്യമില്ല. അനറബിക്ക് അറബിയേക്കാൾ ഒരു പ്രസക്തിയും പ്രാധാന്യവുമില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ പ്രാധാന്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം പറയാണ്, ഇല്ലാ ബിതഖ്വല്ലാഹ്, ഇല്ലാ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ തഖ്വ കൊണ്ടല്ലാതെ നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായോ മറ്റുമോ നമ്മുടെ എന്തെങ്കിലും മികവ് കൊണ്ട് അല്ല ഇസ്ലാമിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തഖ്വയാണ് സഹോദരങ്ങളെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. രഹസ്യവും പരസ്യവുമായി എല്ലാം റബ്ബിൽ സമർപ്പിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ? അൽ ഖൗഫു മിനൽ ജലീൽ, ആ അൽ ജലീലായ റബ്ബിനെ ഭയപ്പെടലാണ്. വൽ അബലു ബിത്തൻസീൽ, അല്ലാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ജീവിക്കലാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, അല്ലാഹു ഈ ലോകത്ത് നമുക്കായി നൽകിയത് എത്ര ചെറുതാണെങ്കിലും കുറവാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കലാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, എല്ലാം അവസാനിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ട ദിനമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അതിനുവേണ്ടി ഒരുക്കുകയാണ്, അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്യലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഈദിൻ്റെ സുദിനത്തിൽ പോലും ആഘോഷങ്ങളാണ്, പരിധി വിടാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിനം പറഞ്ഞ തഖ്വ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഐനമാ കുൻതും, നമ്മൾ എവിടെയായിരുന്നാലും, വഹുവ മഅക്കും ഐനമാ കുൻതും, അള്ളാഹു ഉണ്ട് നമ്മളുടെ കൂടെ. നമ്മൾ ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും തനിച്ചായി തന്നെ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൂട്ടുകാരുടെ കൂടെയാണെങ്കിലും, വഹുവ മഅക്കും ഐനമാ കുൻതും, എവിടെയാണെങ്കിലും റബ്ബുണ്ട് കൂടെ. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ. ഒരിക്കലും തഖ്വ റബ്ബിൻ്റെ കാഴ്ചയിൽ, റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു നിമിഷവും സഹോദരങ്ങളെ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തഖ്വയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇബ്രാഹിം മില്ലത്ത് അത് പിന്തുടർന്ന് ജീവിക്കാനുള്ള മാതൃകയാണ് ഈ വേളയിൽ നമ്മൾ ഓർക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അദ്കാർ സ്വബാഹിൽ, പ്രഭാതവേളയിൽ നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. നമ്മൾ ഓർക്കണം, ഇന്നിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ എത്ര പേർ ആ ദിക്റുകൾ ചൊല്ലി പറഞ്ഞിട്ടുണ്ട് എന്ന്. വൈകുന്നേരവും ഉണ്ട് ദിക്ർ. പ്രഭാതവേളയിലെ പ്രാർത്ഥനകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, ഫിത്രത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മാതൃക പറഞ്ഞു, കലിമത്തുൽ ഇഖ്ലാസ് എന്ന തൗഹീദ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നമ്മൾ രാവിലെ പറയേണ്ടതെന്താണ്? വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാക്കണേ എന്ന് രാവിലെ പ്രഭാതവേളയിൽ നമ്മൾ പ്രഖ്യാപിക്കണമെന്ന് പ്രവാചകന്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ. നമ്മൾ ചൊല്ലി പറയാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കണം, ദിനേന ചോദിക്കണം. വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാക്കണേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രം പോരല്ലോ, അത് ജീവിതത്തിൽ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. കുടുംബം എന്ന നിലക്ക് ഇബ്രാഹിം നബിയിൽ വലിയ മഹത്വമുണ്ട്, നമുക്ക് വലിയ മാതൃകയുണ്ട് എന്നത് നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മളതാണ്
കുടുംബബന്ധം പുലർത്തുകയാണ് നമ്മൾ ചെയ്യാറ്. കുടുംബബന്ധങ്ങൾ ചേർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി, ഉപജീവനത്തിൽ വിശാലത കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ സഹോദരങ്ങളെ? വിശാലത ലഭിക്കണമെങ്കിൽ, ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ ഫൽയസിൽ റഹ്മഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഉമ്മ എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയിൽ നമുക്ക് വല്ലാത്ത മാതൃകയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്മായിൽ നബിയെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിയറുക്കണമെന്ന കൽപ്പന വന്നപ്പോൾ മകനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ. എന്താ മറുപടി? അള്ളാഹുവാണോ കൽപ്പിച്ചത്? ഇഫ്അൽ മാ തഅ്മുർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? എന്നാൽ ചെയ്തോളൂ എന്നാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ അനുസരണേട് കാണിക്കുന്ന, അവരെ അവഗണിക്കുന്ന, അവരോട് മോശമായി പെരുമാറുന്ന എത്രയോ മക്കളുണ്ട്, യുവാക്കളുണ്ട്. നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്നാണ്. പ്രായാധിക്യത്തിൽ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ അവരോട് എന്ന വാക്ക് പോലും പറയരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ മാതൃകയില്ലേ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ ഉമ്മയെയും മകനെയും തനിച്ചാക്കി ആൾപ്പെരുമാറ്റമില്ലാത്ത മക്കയിൽ തനിച്ചാക്കി പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, അത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമാണോ? അതിനെന്താ അതെ എന്ന് പറഞ്ഞപ്പോൾ ഇദൻ അങ്ങനെയെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന് ഹാജറാബി പ്രഖ്യാപിക്കുന്ന സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മുടെ മക്കൾ കൺകുളിർമയാണ്, അവർ നമ്മുടെ കരളിൻ്റെ കഷ്ണമാണ്, അവർ നമ്മുടെ സന്തോഷങ്ങളാണ്, അവർ നമ്മുടെ സ്വപ്നമാണ്, അത് നമ്മുടെ അമാനത്ത് കൂടിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ദീനീ ചിട്ടയുള്ള നല്ല പെരുമാറ്റങ്ങൾ പരിശീലിപ്പിക്കുന്ന അത്തരം സ്ഥാപനങ്ങളാണോ സാഹചര്യമാണോ കുട്ടികൾ പഠിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പ്രാർത്ഥനയുണ്ട്. ആ തൗഹീദിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. വജുനുബിനി വബനി അൻ നഅ്ബുദൽ അസ്നാം. രണ്ടാമത്തെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. നമസ്കാരം ശീലമാക്കാൻ റബ്ബിനോട് ചോദിക്കുകയാണ്. ആരാണ്? ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും നമസ്കാരം നിലനിർത്തുന്ന ആക്കണേ എന്ന സഹോദരങ്ങളെ. ഇന്ന് സുബഹിൻ്റെ ജമാഅത്ത് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ആലോചിക്കണം. നമ്മൾ ഇന്ന് സുബഹി നമസ്കാരം സമയാസമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹുസ്സലാം. നമസ്കാരം പാഴാക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. എന്താ നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ? സ്വഹാബത്ത് വിശദീകരിച്ചു, ളുഹുർ അസ്റിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്, മഗ്രിബ് ഇശായിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത്. ളുഹുറും അസ്റും മഗ്രിബും ഇശായിന്റെ സമയത്തായി സമയം തെറ്റി പാഴാക്കുന്നവർ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ തിരക്കുകൾ ഉണ്ടാവാം, മറ്റു കാര്യങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എനിക്കെന്തുണ്ടെങ്കിലും എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ കുടുംബത്തേക്കാൾ, എൻ്റെ മറ്റെല്ലാ പ്രൗഢിയും പത്രാസിനേക്കാൾ എനിക്ക് ഏറ്റവും വലുതാണ് അള്ളാഹു എന്നല്ലേ സഹോദരങ്ങളെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യാൻ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. നന്മ ചെയ്യാൻ ആരെയും പേടിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അത് കൃത്യമായി നിർവഹിക്കാൻ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല സഹോദരങ്ങളെ. നമ്മൾക്ക് പലപ്പോഴും തോന്നാണ് ഇത് മതേതരത്തിനെതിരാവോ, ഇത് ഇന്നതിനെതിരാവോ എന്ന് തോന്നാൻ. പലപ്പോഴും ദീനിയായ ശിആറുകൾ, ദീനിയായ ആരാധനാകർമ്മങ്ങൾ ആളുകൾ വലിച്ചെറിയാൻ, സമൂഹത്തിൽ അപഹസിക്കപ്പെടോ ഒറ്റപ്പെടോ എന്ന് ഭയപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീകുണ്ടാരത്തിൽ എറിയപ്പെടുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ്. എനിക്ക് അല്ലാഹു മതി എന്നാണ്. ജനം നമ്മെ വെറുക്കോ, ഞാൻ ഒറ്റപ്പെടോ,
എന്ന് വിചാരിച്ച് ദീൻ ഒഴിവാക്കുന്ന, ദീൻ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങൾ നിങ്ങൾക്കെതിരായി ജനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഫഖ്ശൗഹും, ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ, ഫസാദഹും ഈമാനാ എന്നാണ്. വിശ്വാസികളെ നോക്കൂ നിങ്ങൾ, ഈമാൻ വർദ്ധിച്ചു എന്നാണ്. ഈമാനാണ് അവർക്ക് വർദ്ധിച്ചു. വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുകയാണ് സഹോദരങ്ങളെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ ഒരു വിഹിതം ഉപേക്ഷിക്കേണ്ട, പക്ഷേ ആഖിറത്താവണം നമ്മുടെ ലക്ഷ്യം, പരലോകമാവണം നമ്മുടെ ലക്ഷ്യം. എല്ലാ പ്രവർത്തനങ്ങളും ആഖിറത്ത് ആഗ്രഹിച്ചുകൊണ്ട് പരലോകമോക്ഷമായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം പ്രൗഢിയും പത്രാസും വിഭവങ്ങളും എല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അവസാനിക്കും നമുക്കറിയാം. ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ട്. ഇന്ന് പോലും ഈ ആഘോഷവേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകളില്ലേ നമ്മുടെ കുടുംബത്തിലും മറ്റുമായി. നോക്കൂ നിങ്ങൾ, ഒരു നിമിഷം മതി, ഒരു സന്ദർഭം മതി നമ്മുടെ ഈ ലോകത്തെ അവസാന ശ്വാസം വലിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ അവധിയെത്തിയാൽ, നമ്മുടെ സമയമെത്തിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുകൊണ്ടും തടുക്കാൻ സാധ്യമല്ല. നമ്മൾ തിരിച്ചു പോവേണ്ടി വരുമെന്ന ബോധ്യം നമുക്ക് വേണം. അൽ മൗതു ബാബുൻ കുല്ലു നാസി ദാഖിലുഹു, അൽ മൗതു ബാബുൻ കുല്ലു നാസി ദാഖിലുഹു. മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രവേശിക്കാനുള്ള കവാടമാണ്. ആ മരണത്തിന് ശേഷം പിന്നെ കർമ്മം ചെയ്യാൻ കഴിയില്ല, നന്മ ചെയ്യാൻ പറ്റില്ല. ദുനിയാവിൽ മാത്രമാണ് അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തേക്കുള്ള കൃഷിയിടം നമ്മൾ ഒരുക്കേണ്ടത് ഈ ദുനിയാവിൽ വെച്ചാണ്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കുമെന്ന ബോധ്യത്തോടുകൂടി, നമ്മൾ തനിച്ചായി പോകുമെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആ പോക്കിനും ആ ഒരു യാത്രക്കും പരലോകമോക്ഷത്തിനും വേണ്ടി സഹോദരങ്ങളെ നമുക്കാകുന്ന എല്ലാ നന്മകളും സാദ് എന്നാണ്. ആ സാദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദേഹം മരണപ്പെടുമ്പോൾ വല്ലാത്ത വിഷമത്തോടുകൂടി കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയല്ലേ, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, അർറഹ്ലത്തു ത്വവീല, ഏറ്റവും വലിയ യാത്രയാണ്, ദൈർഘ്യമേറിയ യാത്രയാണ്. വസ്സാദു ഖലീൽ, എൻ്റെ അടുത്തുള്ള ഉപജീവനം, എൻ്റെ അടുത്തുള്ള അമലുകൾ തനിയെ കുറവാണെന്ന് സഹോദരങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും പറയുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് നമ്മെക്കുറിച്ച് വിലയിരുത്താൻ പറ്റി നന്മകൾ അധികരിപ്പിക്കണം. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ പോലും ഹറാമിലേക്ക് പോകുന്ന ആളുകളുണ്ട്, നിഷിദ്ധങ്ങൾ ചെയ്യുന്നവരുണ്ട് സഹോദരങ്ങൾ. അതല്ല നമ്മുടെ ആഘോഷവും ആഹ്ലാദവും. ദീൻ പറയുന്ന, ദീനീ ചിട്ടകൾക്ക് എതിരല്ലാത്ത എല്ലാ നന്മകളും എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദീനിൻ്റെ ഒരു ഷിആറും നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, ദീനീ ചിട്ടയോടുകൂടി ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമുക്ക് എല്ലാ ആഹ്ലാദത്തിലും ആഘോഷത്തിലും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരോടും നമ്മൾ ആശംസകൾ പറയേണ്ടതാണ്. എങ്ങനെയാണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, കൈകൊടുത്ത് ആലിംഗനം ചെയ്ത് നമ്മിൽ നിന്ന് അല്ലാഹുവെ സ്വീകരിക്കട്ടെ എന്ന പ്രഖ്യാപനവും പ്രാർത്ഥനയും ആശംസയുമാണ് സഹോദരങ്ങളെ നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ പോയ പലരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായി ഹജ്ജ് പൂർത്തീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പ്രതിഫലം ലഭിക്കുന്നവരായി തിരിച്ചു വരാൻ അല്ലാഹു അവർക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള വർഷങ്ങളിലും പല നന്മകളിലും, പ്രത്യേകിച്ച് ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രോഗികളായ പലരുണ്ട്,
ഈദിൻ്റെ സുദിനത്തിൽ പോലും സന്തോഷിക്കാൻ വകയില്ലാത്ത പലരുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ ഓർക്കണം, അവരെ വിളിക്കണം, നമ്മൾ സന്ദർശിക്കണം. അള്ളാഹു ഏവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അങ്ങനെ അത് ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين. اللهم دمر أعداء الدين. اللهم دمر أعداءك وأعداء الإسلام. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.